നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വീടുകളെ കുറിച്ചാണ്. വീടുകളിൽ മക്കൾ ഇന്ന് കുറവാണ്. ചിലപ്പോൾ വേണമെങ്കിൽ 2 കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടുന്നില്ല, കുറവുകളാണ്. മാതാപിതാക്കന്മാർ എന്നെ എപ്പോഴും വഴക്ക് പറയുക എന്നുള്ള പരാതികളുമായിട്ട് പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരേപോലെ മാതാപിതാക്കന്മാർക്ക് കുട്ടികളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അനിയത്തിയെ നല്ലതായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ചേട്ടനെ നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ ഒത്തിരി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കന്മാർ ഒരുപോലെയല്ലേ സ്നേഹിക്കുന്നത്? സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പക്ഷേ അത് അങ്ങനെയല്ല തോന്നുന്നത്. എന്നെ കുറച്ച് സ്നേഹിക്കുന്നുള്ളൂ, അനിയത്തിയെ കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ അനിയനെ കൂടുതൽ സ്നേഹം, ചേട്ടനെ കൂടുതൽ സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കമ്പാരിസൺ വരുന്നുണ്ട് ജീവിതത്തിൽ. പക്ഷേ മാതാപിതാക്കന്മാര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് അവര് സ്നേഹിക്കുന്നത് കറക്റ്റാ. കാരണം കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ കൂടുതൽ സ്നേഹം കൊടുത്തും കൂടുതൽ പരിഗണന ആവശ്യമുണ്ട്, കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം കൊടുക്കും. അപ്പോൾ അല്പം കൂടി പ്രായമായ കുട്ടികൾക്ക് തോന്നുക എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് നമ്മളിത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും ഇല്ല എങ്കിൽ കുട്ടികൾക്ക് തോന്നാം അനിയത്തിയെയാണ് കൂടുതൽ സ്നേഹിക്കുക, അനിയനാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, എന്നെ മാതാപിതാക്കന്മാര് സ്നേഹിക്കുന്നില്ല, എന്റെ കുറ്റങ്ങൾ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ എന്റെ വഴക്ക് പറയുന്നു. കൊച്ചുകുട്ടിയുടെ കുറ്റങ്ങൾ ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ പറയില്ല, അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അത്രമാത്രം ഗൗരവത്തിൽ പറയേണ്ട ഒരു സമയമായിട്ടില്ല. പക്ഷേ കുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല, എപ്പോഴും എൻ്റെ കുറ്റങ്ങളെ പറയുന്നുള്ളൂ. അവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു ചെടി നടുമ്പോൾ അത് വൃക്ഷമായിക്കൊള്ളട്ടെ, തൈ നടുമ്പോൾ എന്തുമാത്രം ശ്രദ്ധയാണ് നമ്മളൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് വലിയ മരമാകുമ്പോൾ പിന്നെ എപ്പോഴും വെള്ളം ഒഴിക്കണ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ വലിയ മരം പറയാൻ പാടില്ലല്ലോ. ചെറിയ മരത്തെ നോക്കിയിട്ട് വലിയ മരമായി എനിക്ക് ഒരു ശ്രദ്ധയുമില്ല, എനിക്ക് വെള്ളം ഒഴിക്കുന്നില്ല എന്നൊന്നും കംപ്ലൈന്റ് പാടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നിന്നെ കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെടിയിൽ നമ്മൾ ചട്ടിയിൽ വയ്ക്കുന്ന ചെടിയിലേക്ക് വെള്ളം ഒഴിക്കുന്നു, വൃക്ഷത്തിന് വെള്ളം ഒഴിക്കാറില്ല. കാരണം ഇതുകൊണ്ട് തന്നെയാ. വലിയ വൃക്ഷത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് സ്വയമായിട്ട് വലിച്ചെടുക്കാൻ കഴിയും, അതിന് മനസ്സിലാകും. ഇതൊരു രീതിയിലാണ്. അതുകൊണ്ട് ആ ചട്ടിയിൽ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ജീവിതത്തില് പക്ഷേ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ അത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ മാതാപിതാക്കന്മാര് അവരെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒന്നില്ലെങ്കിൽ ഇന്ന് കുട്ടികൾ വഴിതെറ്റിപ്പോവാൻ. എവിടെയാണ് സ്നേഹം കിട്ടുന്നത്, എവിടെയാണ് പരിഗണന കിട്ടുന്നത്, അത് നോക്കി അവർ പോകും. അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാക്കും. അതല്ലെങ്കിൽ എപ്പോഴും എന്നെ കുറ്റം പറയുന്നുള്ളൂ എന്നുള്ളത്. വലിയ കുട്ടിയാകുമ്പോൾ കൂടുതൽ സമയം പഠിക്കണം, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മാതാപിതാക്കന്മാരുടെ പേരിൽ തെറ്റില്ല, പക്ഷേ കുട്ടികൾക്ക് അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇപ്രകാരം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നല്ല ക്ലാസ്സുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ കുട്ടികളെ അടുത്തിരുത്തി പറഞ്ഞു മനസ്സിലാക്കി, ഇതുകൊണ്ടാണ് നിന്നെ ഇത്രയും ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുവാൻ ഇടവരും. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് എടുക്കാവുന്ന ഒരു തീരുമാനമാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ചെടിക്ക് വെള്ളം ഒഴിക്കും, പക്ഷേ വൃക്ഷത്തിനാരും പോയി വെള്ളം ഒഴിക്കാറില്ല എന്ന തത്വം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.